back to our channel Jileebi Cuisine. ഞാൻ ജിബി ജിജോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരുപാട് പണിയൊന്നുമില്ല ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. മിക്സ് ചെയ്യുക, ഫ്രീസ് ചെയ്യുക, കഴിക്കുക, ഇത്രയേ ഉള്ളൂ. ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഐസ്ക്രീം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് വിപ്പിംഗ് ക്രീം പൗഡർ വെച്ചിട്ടാണ്. അതായത് ഇത് നമ്മുടെ കടയിലൊക്കെ വാങ്ങാൻ കിട്ടും, ഈസി ആയിട്ട് അവൈലബിൾ ആണ്. നമ്മുടെ എല്ലാ സൂപ്പർ സ്റ്റോറിലും കിട്ടുന്ന ഒന്നാണ്. ഇത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. നമുക്കിതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് പൗഡർ, പിന്നെ മിഠായി മെയ്ഡ് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ ആവശ്യത്തിനുള്ള പാല്. ഇത് ഞാനൊരു 1.5 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം പൗഡർ 1 കപ്പ്. ഈ വിപ്പിംഗ് ക്രീം പൗഡർ വിപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് അത് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ബോൾ ഒന്ന് ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഇതേപോലെ തണുപ്പിച്ചെടുക്കുക. പൗഡർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ മൊത്തം പാല് നമുക്കിവിടെ ആവശ്യമില്ല, കുറച്ച് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കൺസിസ്റ്റൻസി ആവുന്ന ആ ഒരു പരുവത്തിനുള്ള പാല് മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഇളക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് മതി, ഇത് വേഗമായി കിട്ടും. അതാണ് ഈ വിപ്പിംഗ് ക്രീം പൗഡറിൻ്റെ ഒരു ഗുണം. അതുപോലെ ഈ വിപ്പിംഗ് ക്രീം പൗഡർ നല്ല ടേസ്റ്റിയാണ്. ഒരു വാനിലയുടെ ഒരു ഫ്ലേവറൊക്കെ ഉള്ള ഒരു വിപ്പിംഗ് ക്രീം പൗഡറാണ്. അപ്പോൾ കുറച്ചുകൂടെ പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കാം. തികച്ചൊരു 2 മിനിറ്റ് എടുത്തില്ല ഇതിങ്ങനെ വിപ്പ് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് വേണ്ടുന്ന കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. കണ്ടോ, ഹുക്ക് പോലെ ഇങ്ങനെ ആയി കിട്ടണം. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ നമുക്കിതിനി സൈഡിലേക്ക് വെക്കാം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് ടേസ്റ്റിനനുസരിച്ച് വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര ചോക്ലേറ്റിൻ്റെ കടുപ്പം വേണോ അതിനനുസരിച്ച് അളവ് കൂട്ടാം. കണ്ടൻസ്ഡ് മിൽക്കും ചോക്ലേറ്റും ഇവിടെ നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും മിക്സ് ചെയ്യാൻ എളുപ്പം. ഇവിടെ ഞാൻ എല്ലാം മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ എനിക്ക് ചോക്ലേറ്റ് പൗഡർ കുറച്ചുകൂടെ വേണമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചത് ഒരു 1/4 ടീസ്പൂണിൻ്റെ മെഷറിംഗ് സ്പൂൺ ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് കൂടുതലാണ് എടുത്തത്, അതുകൊണ്ടാണ് പറഞ്ഞത് 1 ടീസ്പൂൺ എന്ന്. അപ്പോൾ അന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന ചോക്ലേറ്റ് പൗഡറിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ അനുസരിച്ച് കൂടുതലോ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു എക്സാക്റ്റായിട്ട് എത്ര വേണം എന്നറിയാൻ പറ്റും. കണ്ടൻസ്ഡ് മിൽക്കും വിപ്പിംഗ് ക്രീമിനും ഒക്കെ ഒരു പഞ്ചസാരയുടെ എഫക്റ്റ് ഉണ്ട്, ആ ഒരു ഷുഗർ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചോക്ലേറ്റിൻ്റെ കാഠിന്യം എത്ര വേണം എന്നുള്ളത് തീരുമാനിക്കാം. കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫ്രീസ് ചെയ്യാനായിട്ട് വയ്ക്കാം. സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഇവിടെ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ചോക്ലേറ്റ് പൗഡർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബോർബണിൻ്റെ ബിസ്ക്കറ്റാണ് സൈഡിൽ വെച്ചിരിക്കുന്നത്. ആ ബോർബണിൻ്റെ ബിസ്ക്കറ്റ് ഈ ഐസ്ക്രീമിൻ്റെ കൂടെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു.